കർണാടകയിലെ ചിത്രദുർഗയിൽ 20-കാരി കൊല്ലപ്പെട്ട നിലയിൽ റോഡരികിലാണ് 2ാം വർഷ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നഗ്നമാക്കപ്പെട്ട ശരീരം പാതി കത്തിയ നിലയിലാണ്. ആൺസുഹൃത്ത് ചേതൻ കുറ്റം സമ്മതിച്ചു. ചിത്രദുർഗയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, ഇതിൽ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ അറസ്റ്റിലായ, ഈ പിടിയിലായ ആൺസുഹൃത്ത് അയാൾ തന്നെയാണോ ഇത് ചെയ്തത്? വിജയകുമാർ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അദ്ദേഹമാണ് ഈ പെൺകുട്ടിയെ, 20-കാരിയായ പെൺകുട്ടിയാണ്, 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്, ഈ ബിരുദ വിദ്യാർത്ഥിനിയാണ്. കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചേതൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നത് അയാൾ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞതായാണ് വിവരം. ഈ പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. എന്നാൽ മറ്റു ചിലരോട് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് കണ്ട് അതിലൊരു പക തോന്നിയിട്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഈ ചേതൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 14-ാം തീയതി, ഏതാണ്ട് ഒരു 5 ദിവസം മുൻപ് രാത്രി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന് കാട്ടിയാണ് കുട്ടി ഒരു ലെറ്ററൊക്കെ എഴുതി നൽകിയിട്ടാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം പിന്നെ 5 ദിവസമായി യാതൊരു വിവരവുമില്ല. അങ്ങനെ വീട്ടുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അവർ വിചാരിച്ചിരുന്നത് കുട്ടി കോളേജിലുണ്ട് എന്നാണ്. അങ്ങനെ ഈ വിദ്യാർത്ഥിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതോടുകൂടി ഈ ഹോസ്റ്റലിൽ തിരക്കി എത്തിയതോടെയാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം തിരിച്ചറിയുന്നത്. അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നു. പോലീസിൽ പരാതി അന്വേഷിച്ചു വരുമ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം റോഡരികിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ശേഷം റോഡിൽ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുശേഷം നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇയാളെ പിടികൂടി. ശേഷം അല്പസമയം മുൻപാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിന് പിന്നാലെ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ഇയാൾക്ക് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ചില മാനസിക സംഘർഷങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നൊക്കെ ഉണ്ടായ ഒരു സ്റ്റേജിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എന്തായാലും വലിയ പ്രതിഷേധം ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഈ കുട്ടിയെ എങ്ങനെയാണ് 5 ദിവസം കാണാതായിട്ടും യാതൊരു തരത്തിലും ഹോസ്റ്റൽ അധികൃതരിൽ നിന്നൊരു വിവരം വീട്ടിലേക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ സുഹൃത്തുക്കളടക്കം ഈ മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ 5 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അല്ലെങ്കിൽ സംസ്കരിക്കാനും ഒക്കെ തയ്യാറാവുകയുള്ളൂ എന്ന് വീട്ടുകാർ പറയുന്നുമുണ്ട്. വിവിധ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനവും റഹീസ്, എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്ന് വരുന്നത്. വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനൊക്കെ എതിരെ വലിയ വിമർശനവും അവിടെ ഉയരുന്നുണ്ട്. വിശദാംശങ്ങളാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.